കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീപിടുത്തത്തിൽ സാങ്കേതിക അന്വേഷണം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ പ്രശ്നമാകാം എന്നാണ്. മരണത്തെപ്പറ്റി പരാതി ഉയർന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടന്ന റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂവെന്നും ആശുപത്രി സന്ദർശനത്തിനെത്തിയ മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലിലേക്ക് ചേരാം. ഗോകുൽ, ആരോഗ്യമന്ത്രി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. പ്രാഥമിക റിപ്പോർട്ടിന് പ്രകാരം അവർ പറയുന്നത് ബാറ്ററിയുടെ വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ തീപിടുത്തത്തെ സംബന്ധിച്ച സാങ്കേതിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ പ്രശ്നം എന്നുള്ളതാണ്. അത് മാത്രമല്ല, മരണം നടന്നത് എങ്ങനെ എന്ന് ഉറപ്പിച്ച് മന്ത്രി പറയുന്നില്ല. സൂപ്രണ്ട് പറയുന്ന അതേ ഗൗരവത്തിൽ മന്ത്രി പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അക്കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്ന് മന്ത്രി പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. അല്പസമയം മുമ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുത്തിട്ടുള്ള അവലോകന യോഗം ഇവിടെ സമാപിച്ചത്. ജില്ലാ കളക്ടറും MLA-യും MP-യും ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് ഇപ്പോൾ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് ഒന്നെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം, അല്ലെങ്കിൽ UPS-ലെ ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള കേടുപാടാകാം എന്നതിനെ സംബന്ധിച്ച ഒരു വിലയിരുത്തുള്ള പ്രാഥമിക റിപ്പോർട്ടാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മരണങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ പറഞ്ഞത് മരണത്തിൽ ഈ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല, 5 മരണങ്ങളാണ് സംഭവിച്ചത്, 5 മരണങ്ങൾക്കും ഈ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വകുപ്പ് മന്ത്രി അത് തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയതിനു ശേഷം ഇപ്പോൾ പറഞ്ഞത് ഈ ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരം പറയാത്തൊരു കാര്യമുണ്ട്. 151 രോഗികളായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഈ ബ്ലോക്കിൽ ഉണ്ടായിരുന്നത്. അതിൽ 37 ആളുകളെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്തുള്ള മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 12 പേർ ബീച്ച് ആശുപത്രിയിലാണ് ഉള്ളത്. ബാക്കിയുള്ള ആളുകളുടെ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന ചോദ്യത്തിന് അവരുമായി ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുവാൻ വേണ്ടി ഡോക്ടർമാരുടെ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ആ വിഷയത്തെ സംബന്ധിച്ച കാര്യം പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇവരുടെ ചികിത്സ ധനസഹായം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതായത് ചികിത്സാ സഹായം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇപ്പോൾ. അതേസമയം തന്നെ ഒരാളുടെയും ചികിത്സ മുടങ്ങില്ല എന്നൊരു ഉറപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകുന്നുണ്ട്. ഒരാളുടെയും ചികിത്സ മുടങ്ങില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് മടങ്ങി വരാം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ വിഷയത്തിൽ ഒരു കൃത്യമായ ഉറപ്പ്, പണം സർക്കാർ വഹിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ, അതായത് ഇവർ പോയിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് DMO-യെ ബന്ധപ്പെടാം. ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊക്കെ ബന്ധപ്പെടാമെന്നൊരു കാര്യമാണ് പറയുന്നത്. 37 ആളുകളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മാറ്റി മറ്റ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ 25ഓളം പേർ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അവരുടെ കാര്യത്തെ സംബന്ധിച്ച കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 5 മരണത്തിൽ മെഡിക്കൽ കോളേജ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടക്കുന്നു. 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ 5 മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ്. അതോടൊപ്പം തന്നെ ഈ കാഷ്വാലിറ്റിയിൽ തീപിടുത്തം ഉണ്ടായത്, അതായത് UPS പൊട്ടിത്തെറിച്ച് ബാറ്ററി പൊട്ടിത്തെറിച്ചുണ്ടായ സംഭവത്തിലും അന്വേഷണം നടക്കുകയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യവും പറയാൻ സാധിക്കൂ എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2 സാധ്യതകളാണുള്ളത്. ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ആവാം, അല്ലെങ്കിൽ UPS-നകത്തെ ബാറ്ററിക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചതാവാം. അതിനെ സംബന്ധിച്ച വിശദമായ അല്ലെങ്കിൽ കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അല്ലെങ്കിൽ അവരുടെ നടപടികളൊക്കെ പൂർത്തിയാവേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനകളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ്
രോഗികളെ പുറത്തെത്തിക്കാൻ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നതായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. അതായത് എമർജൻസി എക്സിറ്റ് ഒക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നൊരു ആരോപണം പറഞ്ഞിരുന്നു. ആ വിഷയത്തിൽ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ തന്നെയാണ്: കാര്യങ്ങളൊക്കെ പരിശോധിക്കും, ഗ്ലാസ് ഡോർ ഓപ്പൺ ആയിരുന്നു എന്നാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. അതായത് എമർജൻസി എക്സിറ്റിന്റെ ഗ്ലാസ് ഡോർ ഓപ്പൺ ആയിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം UPS റൂമിൽ നിന്ന് പുക ഉയർന്ന സമയത്ത് ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞിട്ടുള്ളതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് എമർജൻസി എക്സിറ്റിന്റെ ഡോർ ഈ പുക ഉയർന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു എന്നൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ CCTV പരിശോധിക്കും. UPS റൂമിന്റെ സമീപത്തുണ്ടായിരുന്ന CCTV, ഈ എമർജൻസി എക്സിറ്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന CCTV, ഈ CCTVകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരിക. ആ ഒരു കാലതാമസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണം എന്താണ് എന്നറിയാൻ എടുക്കുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചിട്ട് അന്വേഷണം നടത്താനും തീരുമാനമായിട്ടുണ്ട്. അതായത് ഈ രോഗികളുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ ആ സംഘത്തിൽ ഉണ്ടാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പുറത്തുള്ള മെഡിക്കൽ കോളേജുകളിലെയും സർക്കാർ ആശുപത്രിയിലെയും വകുപ്പ് തലവന്മാർ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും അത്തരം അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുക. അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണ വിധേയരായ ഒരു സംഭവമാണ്. അതിനാൽ തന്നെ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള മറ്റു മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘ ആളുകളായിരിക്കും ഇതിന് നേതൃത്വം കൊടുക്കുക. അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റി ബ്ലോക്കാണ്. കാഷ്വാലിറ്റി ബ്ലോക്കിൽ ഇപ്പോൾ പൂർണ്ണമായും അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള 151 രോഗികളെ മാറ്റിയിട്ടുണ്ട്. ആ രോഗികളെ തിരിച്ചെത്തിക്കണം, അല്ലെങ്കിൽ ഈ കാഷ്വാലിറ്റി വീണ്ടും പൂർണ്ണ സജ്ജമാവണം. വീണ്ടും ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന ആലോചനയാണ് ഉള്ളത്. കെട്ടിടം കൂടി, എമർജൻസി വിഭാഗം കൂടി പൂർണ്ണ സജ്ജമാകണമെന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നു. മരണകാരണം സ്ഥിരീകരിക്കണമെങ്കിൽ കൃത്യമായി അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. മന്ത്രിയുടെ വാക്കുകൾ: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.